നമസ്കാരം ഗൈസ്, ആർജിയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ കിണറ്റിൽ വെള്ളം കോരി പാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത് കാണിച്ചില്ല. നിശ്ചിത കിണറ്റിൽ ഇരുന്നിട്ട് വെള്ളം കോരുന്നത്, വെള്ളം കോരി പാത്രം ചെയ്യാൻ വേണ്ടി പോകുന്ന ഗൈസ്. നമ്മളെ കിണറ് വൃത്തിയായിട്ടുള്ള ആദ്യത്തെ വൃത്തിയുള്ള വെള്ളം. കറണ്ട് റൗണ്ട് കാത്തിരുന്ന് ഒരുപാട് നേരമായി ഗൈസ്. പക്ഷെ കറണ്ട് ഒന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ വെള്ളം കോരി പാത്രം കേട്ടെ. ഇനിയും ഇരുട്ടായി പോകും. ഇപ്പൊ തന്നെ ഇരുട്ടായി തുടങ്ങിയതിന്റെ നിമിഷം ഇനി നമുക്ക് അലക്കി കുളിക്കാണ്ട് വേറെ പരിപാടി ചെയ്യാണ്ട്. ആ ബൾബ് അടിച്ചു പോയി ഗൈസ്. നമ്മൾ വീണ്ടും പുറത്തുള്ള ബൾബ് കറണ്ട് വന്നപ്പോൾ മനസ്സിലാണ് ബൾബ് അടിച്ചു പോയി. അപ്പൊ ഗൈസ് നമ്മൾ രണ്ടാളുടെ സ്വന്തം കിണറിൽ വെള്ളം കോരി അലക്കി കുളിച്ച് ഫ്രഷായി പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്ത് ഫുഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് പോയ സമയത്ത് മനസ്സിലാവുന്നത് ഫുഡ് ഉണ്ടാക്കാൻ എണ്ണയില്ല ദോശ വരുത്താനായിട്ട്. അപ്പൊ എണ്ണ വേണം, തെണ്ടാൻ വേണ്ടി പോകണം. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് എണ്ണ ഒപ്പിച്ചിട്ട് വരാം. നമ്മളെ വഴി കൂടെ മോളിൽ കയറി പോയി മലയാളം മോളിൽ പോയിട്ട് എവിടെ നിന്നും എണ്ണ ഒപ്പിച്ചിട്ട് വരാം. കുറ്റാക്കൂരി ഇട്ടിട്ട് നമ്മൾ വെള്ളം കൂടി മന്ദം നടന്നു പോവാണ്. പോയി എവിടെ നിന്നൊക്കെ എണ്ണ ഒപ്പിച്ചിട്ട് വരാം. അപ്പൊ കഴിച്ചതാ നമുക്ക് കിട്ടിയ ഹെൽപ്പായിട്ടുള്ള എണ്ണ. എണ്ണായിട്ട് വലിയ ഹെൽപ്പാണ്. അതിൽ ആദ്യം എനിക്ക് തേങ്ങ പൊളിച്ച് ഹെൽപ്പ് ചെയ്യണം. അപ്പത്തേക്ക് ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. ഗൈസ് ഈ തക്കാളിയും സവാളയും ഒരു മാസം നമ്മുടെ വീട്ടിലേക്ക് അല്ലേ ദിശു കേടായിട്ടില്ല. പക്ഷെ തുള്ളിയൊന്നും കേടായിട്ടില്ല. അതാണ് വീണ്ടും പ്രത്യേകത. പച്ചക്കറി ഒന്നും അത് ഇവിടെ നിന്ന് കേടാവില്ല. ഒരു പ്രത്യേക ഐശ്വര്യം അല്ലേ തേങ്ങ. പ്രശ്നം എന്ന് വെച്ചാൽ ദോശ അളവും തോന്നില്ല. അത് പണിയായില്ലെന്ന് വെച്ചാൽ കുറെ നാളായിട്ട് കല്ല് ഉപയോഗിക്കാത്തോണ്ടെന്ന് തോന്നുന്നു. മഴയൊക്കെ പോയ അവസ്ഥയായി പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുക്കണം പറ്റും, വേറെ വഴിയില്ല. അപ്പൊ ഗൈസ് എന്നെ കഴിപ്പിക്കാൻ ശ്രമിക്കാൻ നിശു ഫുഡ് കഴിക്കുന്നില്ല. നിശു വേണ്ടെന്നുണ്ട് ഭയങ്കര. എന്താ നിശു വേണ്ടത്? ഞാൻ ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ഉള്ളത് കൊണ്ടൊരു ചമ്മന്തിയാണ്. താഴെന്ന് പറിച്ച കാന്താരിയൊക്കെ കൂടി അഡ്ജസ്റ്റ്മെന്റ്. കുഴപ്പമില്ല. ആർജ ഇവിടെ വരുമ്പോ അങ്ങനെ പറയുള്ളൂ. എനിക്കറിയാം. വീട്ടിലാണെങ്കിൽ ആർജ പറയും മമ്മി വെക്കണ അത്ര ആയിട്ടാണ്. അപ്പൊ ആദ്യം ഭക്ഷണം കഴിക്കട്ടെ ഗൈസ്.